അഭിനയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനുമായിട്ട് ചേർന്ന് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ കം ആൻഡ് സീ, വന്ന് കാൺമീൻ എന്ന് യേശു പറയുന്ന ആ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിലുള്ള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അന്ത്രയോസ് ശീമോൻ പത്രോസിനെ യേശുവിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ടാമത് കം ആൻഡ് ഫോളോ, എന്നെ അനുഗമിക്കാനായിട്ട് പറഞ്ഞ് വിളിക്കുന്നു. ലേവി വിളിക്കുന്നു, പത്രോസിനെ വിളിക്കുന്നു, അത് നമ്മൾ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് ഒരു റിച്ച് മാൻ കർത്താവിൻ്റെ അരികിൽ വന്ന് നിരാശനായി തിരിച്ചു പോയത് കണ്ടു. 3 പേര് യേശുക്രിസ്തുവിൻ്റെ അരികിൽ അനുഗമിക്കണമെന്ന് പറഞ്ഞ് വന്നു. അവരോട് പറഞ്ഞ യേശു പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതെല്ലാം കാണുന്നത് ഈ യേശുക്രിസ്തു ഇന്നും തൻ്റെ ദൗത്യത്തിന് വേണ്ടി ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിലേക്ക് പ്രയാണം ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ആൾക്കാർ തീരെ കുറവാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, അതിന് കാരണം അതാണ് കം ആൻഡ് ഡൈ, വരിക മരിക്കുക എന്ന് പറഞ്ഞുള്ളൊരു വിളിയാണ്, മരണത്തിലേക്കുള്ളൊരു വിളിയാണ്. ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത്, യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും അതർ ദാൻ ജോൺ, യോഹന്നാൻ മാത്രം 100-ാമത്തെ വയസ്സിൽ മരിക്കുന്ന സാധാരണ മരണമാണ്. അതിന് മുമ്പ് പല പ്രാവശ്യം യോഹന്നാനെ കൊല്ലാൻ നോക്കി, പക്ഷേ യോഹന്നാൻ മരിച്ചില്ല. ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരെയും ഒന്നുകിൽ ക്രൂശിക്കുകയോ അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയോ അല്ലെങ്കിൽ തള്ളിയിട്ട് കൊല്ലുകയോ കത്തിക്കുകയോ ഒക്കെ ആയിരുന്നു. അതുപോലെ ആദിമസഭയിലുള്ള യേശുവിനെ ഫോളോ ചെയ്ത ഡിസൈപ്പിൾസിനെ പലരും ആ റോമൻ ഭരണത്തിൻ്റെ കീഴിൽ അവരെ ഒരുപാട് പേരെ കത്തിച്ചു കളയുകയും സിംഹങ്ങളുടെ മുമ്പിൽ പിടിച്ചിടുകയും, പ്രധാനമായിട്ട് സിംഹങ്ങളുടെ മുമ്പിൽ പിടിച്ചിട്ട് സിംഹം തിന്നുന്നത് കണ്ടുകൊണ്ടിരുന്ന് സന്തോഷിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ രാത്രിയിലെ ഗാർഡൻ പാർട്ടിയിൽ കത്തിക്കുന്ന പന്തമായിട്ട് ക്രിസ്ത്യാനികളെ കത്തിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ശിഷ്യത്വം അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല, ആദിമസഭയിൽ പ്രത്യേകിച്ച്. ഇപ്പോഴും ക്രിസ്തീയ ശിഷ്യത്വത്തിന് ഒരു കോസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മറന്നു വരുന്നു. യേശുക്രിസ്തു പഠിപ്പിച്ച ഭാഗം ലൂക്കോസ് 14:26-27 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യരായിരിക്കാൻ കഴിയുകയില്ല. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാം, വീട്ടിലുള്ള എല്ലാവരെയും ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹെയ്റ്റ്, പകയ്ക്കുക, അവൻ്റെ സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ അവനോ വളരെയണം ഞാനോ കുറയണം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ടു പേ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. വലിയൊരു കോസ്റ്റ് ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ജീവൻ കൂടി കൊടുക്കണം. യേശുക്രിസ്തു അതാ പഠിപ്പിച്ചത്. യേശുക്രിസ്തു പറഞ്ഞു, ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. അത് നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരണമെങ്കിൽ അത് മരിക്കണം. നോർമൽ പ്രിൻസിപ്പിളാണ്, ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ല അത്. ദാറ്റ് ഈസ് ദ ഡിവൈൻ പ്രിൻസിപ്പിൾ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ, വെളിച്ചം കൊടുക്കുമ്പോൾ ആ വെളിച്ചം തന്നെ ഇല്ലാതാവാം. ഇന്ധനമില്ലെങ്കിൽ, ഇന്ധനം ഉണ്ടെങ്കിൽ അത് കത്തിക്കൊണ്ടിരിക്കും. മെഴുകുതിരി ആണെങ്കിൽ മെഴുകുതിരി കുറേ കഴിഞ്ഞ് കെട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് കത്തി അതങ്ങ് തീരും, അല്ലേ? അതില്ലാതെയായി തീരും. സെയിം തിങ് ആണ് ഉപ്പ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പെന്ന് പറയുമ്പോൾ ഉപ്പ് ആ സിസ്റ്റത്തിനകത്ത് അലിഞ്ഞ് ഇല്ലാതെയായി തീരുമ്പോഴാണ് മറ്റുള്ളവർക്ക് രുചി കൊടുത്തത്. ഈ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണ് ഇവിടെയും പറയുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും. ഇവിടെ അതാണ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കും. എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല.
തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും ശിഷ്യനായിരിക്കാൻ കഴിയില്ല. യേശു പറയുന്ന ഒരു സെൻറ്റൻസാണ്. സോ ഡിസൈപ്പിൾഷിപ്പ് ഈസ് വെരി കോസ്റ്റ്ലി. സഹനം കൂടിയേ തീരൂ എന്ന് യേശു വ്യക്തമാക്കുന്നു. ഒരു റോസി പിക്ചർ അല്ല ഡിസൈപ്പിൾഷിപ്പിന് കാണുന്നത്. ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ക്രിസ്തുവിൻ്റെ സഹനം, തിരസ്കരണം, ക്രൂശീകരണം ഇതെല്ലാം പറയുന്നുണ്ട്. പോള് പറയുന്നുണ്ട്, ഇവയിലെല്ലാം ഞാൻ പങ്കാളികളാവുന്നു. കാരണം എന്താണ്? ഐ വാണ്ട് ഹിസ് ഡിയർ, അവൻ്റെ ഏറ്റവും അടുത്ത ഡിസൈപ്പിൾ ആവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ശിഷ്യന്മാരോട് പറയുന്നത് തന്നെത്താനെ ത്യജിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇല്ലാതെയായിത്തീരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. വേറെവർ ഐ ഗോ ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ്, അല്ലെങ്കിൽ കർത്താവ് ഗ്ലോറിഫൈഡ് ആവണം, അല്ലാതെ ഞാനല്ല ആവേണ്ടത്. ആ വലിയൊരു ചിന്ത, അതാണ് ഡിസൈപ്പിൾഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എൻ്റെ സെൽഫിനെ ക്രൂശിക്കാനായിട്ട്, എൻ്റെ സെൽഫിനെ മുഴുവനായിട്ട് ഇല്ലാതെ ആവാനായിട്ട്, അവൻ്റെ ക്രൂശ് എടുക്കുവാനായിട്ട് കർത്താവ് സഹായിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പത്രോസിനെ കർത്താവ് വിളിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനായി എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ചെയ്യാൻ. എന്നാൽ ഈ പത്രോസ് യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രൻ, മർക്കോസ് 8-ാം അധ്യായത്തിൽ പറയുന്ന 31-ാം വാക്യം തൊട്ട്, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് ഉപദേശിച്ചു തുടങ്ങി. അവൻ ആ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ട് പത്രോസിനെ ശാസിച്ച്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പറയുകയാണ്, പിന്നെ അവൻ പുരുഷാരത്തിൽ നിന്ന് ശിഷ്യന്മാരെ അരിയെ വിളിച്ച് അവനോട്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തിരിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പത്രോസ് അങ്ങനെ ഒരു രീതിയിൽ കൂടി യേശു കടന്നു പോകരുതെന്നുള്ള ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞപ്പോഴേ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ച് ശാസിക്കുന്നു. എന്നെ വിട്ടുപോ, ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ നീ കരുതുന്നത് എന്ന് പറഞ്ഞു. അവർ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ ഇങ്ങനെയുള്ള പല പടികളുണ്ട്. ഇന്ന് സഭയൊന്നും ഇത് പഠിപ്പിക്കുന്നില്ല, ഒരു സഭകളും ഇത് പഠിപ്പിക്കുന്നില്ല. ഇത് റോസി പിക്ചറാണ് പറയുന്നത്. എന്താണ് സഭകളിലൊക്കെ ഒരു സൺഡേയിലെ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു പരിപാലന വരമുള്ളൊരു ദാസൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കും. എല്ലാവരും അത് കേട്ട് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. ഒരാഴ്ച കഴിഞ്ഞു, സന്ധ്യയായി വിഷസമായി, 7-ാം ദിവസം അത് പറയുന്ന പോലെ അത് തീർന്നു. അതല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം സഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആഴ്ചയിൽ ഒരിക്കലല്ലായിരുന്നു അവർ ദൈവസേനയിലിരുന്നത്, എല്ലാ ദിവസവും ഇരിക്കുമായിരുന്നു. അത് സമയമുള്ളപ്പോഴൊക്കെ അവർ ഒരുമിച്ച് കൂടും. അവർക്ക് വേറെ, നമ്മൾ വിചാരിക്കും വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. അല്ല, അവരെല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ബിസിനസ്സുകാരുണ്ടായിരുന്നു അതിനകത്ത്. അതുപോലെ റെസ്പോൺസിബിളായിട്ടുള്ള ഇത്തിരി ജോലിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അവർ മാർക്കറ്റ് പ്ലേസിൽ കൂടി അവിടെ അപ്പം നുറുക്കി ആരാധിച്ചു, എല്ലാം അത് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവരതിൽ കൂടി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയും ശിഷ്യത്വത്തിലേക്ക് അവരെ വളർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് പ്രയാസങ്ങൾ വന്നപ്പോഴും അത് അതിജീവിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് വന്നത് എന്നാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ആനുവൽ കൺവെൻഷൻ നടത്തും, പ്രസംഗിക്കും, സമർപ്പിക്കും, ഫിനിഷ്ഡ്, അത്രേ ഉള്ളൂ. ആ ഒരു പരിപാടിയല്ലാതെ ഇന്ന് ഒരു റെഗുലർ മെൻറ്ററിങ്ങും മോണിറ്ററിങ്ങും ഒന്നുമില്ല. പ്രയർ സെൽസ്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ചില സഭകളിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊരു കൂട്ടായ്മ, ഫാമിലി മീറ്റ് അല്ലെങ്കിൽ ഒരു യൂത്ത് മീറ്റ് എന്നൊക്കെ പറയും. എന്നാൽ ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനകത്തൂടെ ക്രിസ്തീയ ശിഷ്യത്വം കർത്താവിനെ ഫോളോ ചെയ്യുന്നത് ഈ കം ആൻഡ് ഡൈ എന്നുള്ളത് പഠിപ്പിക്കണം. എങ്കിലേ നമുക്ക് മനസ്സിലാവും. ക്രിസ്തീയ ശിഷ്യത്വത്തിന് വലിയ കോസ്റ്റുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കർത്താവിൻ്റെ പ്രയോറിറ്റി കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ച് കർത്താവിന് പ്രയോറിറ്റി കൊടുക്കുക. ഇന്ന് ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം സ്പിരിച്വലായിട്ടുള്ള കാര്യമാണ്.
കല്യാണം ഉണ്ടെങ്കിൽ അതിന് പോവും, അല്ലേ? എല്ലാവരും പോവും. മരണം ഉണ്ടെങ്കിലും അതിന് പോവും. അതിനൊന്നും പോകണ്ടെന്നല്ല പറയുന്നത്, എല്ലാം പോവും. എന്നാൽ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിൽ അത്രയും താല്പര്യം നമ്മൾ കാണിക്കാറില്ല പലപ്പോഴും. അതിനേക്കാളും വലിയൊരു താല്പര്യം പലപ്പോഴും കാണിക്കാറില്ല, അല്ലേ? കൊച്ചിനെ അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോകുന്നതിന് ഭയങ്കര ഇനിഷ്യേറ്റീവ്. അയ്യോ, കൊച്ചല്ലെങ്കിൽ ആരാ നോക്കുന്നത്, അല്ലേ? കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ എന്താണ്? എന്നാൽ അവിടെ സഭായോഗവും പള്ളിയും മുടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതാണ് നമ്മുടെ പ്രയോറിറ്റി. പലപ്പോഴും ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റിയേക്കാളും കൂടുതൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് യേശു പഠിപ്പിക്കുന്നു. A.W. ടോസർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്, ദൈവദാസൻ, കർത്താവിൻ്റെ ക്രൂശ് എടുത്ത് ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ലുക്കിംഗ് ഓൺലി ടു വൺ ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ മാത്രം നോക്കുക. യേശു നേരത്തെ പറഞ്ഞു പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. ഈ പുറകോട്ട് നോക്കുന്നവരൊന്നും ശരിയല്ല. ആരായാലും, ലോകത്തിലുള്ളവരായാലും ക്രിസ്തീയ ജ്ഞാനമുള്ളവരായാലും പുറകോട്ട് നോക്കുന്നവരൊന്നും ശരിയല്ല. സോ ലുക്ക് ഓൺലി ടു വൺ ഡയറക്ഷൻ. രണ്ടാമത്, സ്പിരിച്വൽ ആംഗിളിലാണ് ഞാൻ പറയുന്നത്. നോ പ്ലാൻസ് ഓഫ് ഹിസ് ഓൺ. അവൻ്റേതായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതികളും ഇല്ല. ഇന്ന് നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മൾ കമ്മിറ്റി കൂടും. നല്ല വലിയ കാര്യമാണ്. ടുഡേ വി വാണ്ട് കമ്മിറ്റഡ് ക്രിസ്ത്യൻസ്, നോട്ട് കമ്മിറ്റി ക്രിസ്ത്യൻസ്. കമ്മിറ്റി കൂടും. ദ അനോയിൻറ്റിങ് ഈസ് നോട്ട് ഇൻ ദ കമ്മിറ്റി, അനോയിൻറ്റിങ് ഓഫ് ഗോഡ് ഈസ് ഓൺ ദ കമ്മിറ്റഡ് ക്രിസ്ത്യൻ. ഇന്ന് കമ്മിറ്റി കൂടി നമ്മളൊരു ഡിസിഷൻ എടുക്കും. ഡിസിഷൻ കമ്മിറ്റിയോ പ്ലാനിങ്ങോ ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല, അതെല്ലാം വേണം. ഡിസിഷൻ എടുത്തിട്ട് കർത്താവേ ഞങ്ങളിത് ചെയ്തിരിക്കുന്നു, അടിയിൽ ഒപ്പിട്ടു, നീ വേണമെങ്കിൽ അടിയിൽ ഒപ്പിട്ടു. എന്നാൽ കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. ശിഷ്യത്വത്തിൽ കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. നീ ആ ബ്ലാങ്ക് പേപ്പറിനകത്ത് ഒപ്പിട്ട് എനിക്ക് തരിക, മേളിൽ ഞാൻ എഴുതിക്കോളാം എന്നാണ് പറയുന്നത്. സോ നോ പ്ലാൻസ് ഓഫ് ഹിസ് ഓൺ. നോ പ്ലാൻസ് ഓഫ് ഹിസ് ഓൺ. അതുപോലെ തന്നെ ഹീ ഈസ് നോട്ട് കമ്മിങ് ഡൗൺ. താഴോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമല്ല. എപ്പോഴും ദൈവത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കർത്താവിലേക്ക് പ്രയാണം നടത്തുന്ന പിൽഗ്രിമേജ്. സോ ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് വൺ ഹു ഈസ് ടേക്കിംഗ് ദ ക്രോസ്. കുരിശെടുക്കുന്ന, ഫോളോ ചെയ്യുന്ന, അനുഗമിക്കുന്ന ആളുടെ പ്രത്യേകതകൾ. ഒന്ന്, ഡയറക്ഷൻ ടു ജീസസ്. നോ പ്ലാൻസ് ഓഫ് ഹിസ് ഓൺ. ഹീ ഈസ് നോട്ട് കമ്മിങ് ഡൗൺ. ഞാൻ പറഞ്ഞ A.W. ടോസർ എന്ന് പറഞ്ഞൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന എഴുത്തുകാരൻ. ഈ ലൂക്കോസ് 14:33 ഇതുമായിട്ട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്ത് ക്ലിയറായിട്ട് യേശു പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ വാക്യം വായിക്കാം. ലൂക്കോസ് 14:33 നല്ല ക്ലിയറായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും കർത്താവിൻ്റെ ശിഷ്യനാണെങ്കിൽ ഫുൾ പ്രയോറിറ്റി ഈ മേളിൽ പറഞ്ഞ കൃഷിസ്ഥലവും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എൻ്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരും ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതും ഇതൊന്നുമല്ല. അത് ഉപരിയായിട്ട് കർത്താവാണ് എൻ്റെ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ഡിസിഷൻ, അല്ലെങ്കിൽ കർത്താവാണ് എല്ലാം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് മനുഷ്യന് മരണം സംഭവിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ റോമർ 6 പറയുന്ന അവനോട് കുഴിച്ചിടക്കപ്പെട്ടു, പുതിയ മനുഷ്യനായി അവൻ ജീവിച്ചു. അതാണ് സ്നാനം. അവൻ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രൂശിൽ മരണവും ജീവനും ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് 28:19 പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും മറ്റുള്ളവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളത്. അപ്പോഴതിനകത്ത് ദിനം പ്രതി മരിക്കേണ്ടതായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് വരണം. ദിനം പ്രതി ലോകത്തിൻ്റെ ഇച്ഛയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദിനം പ്രതി നമ്മൾ മരിക്കണം. സോ വേൾഡ് കോൾസ് അസ് ഫോർ പ്ലഷേഴ്സ്. ഈ ലോകം നമ്മൾ ഇങ്ങനെ
പ്ലഷേഴ്സിന് വേണ്ടി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ശിഷ്യന്മാരാണെങ്കിൽ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ലീഡ്സ് ടു ഇവാഞ്ചലിസം, ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷൻ. അത് നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് നടത്തും. എങ്ങോട്ടാണ് നടത്തുന്നത്? സുവിശേഷം അറിയിക്കുക, ശിഷ്യത്വം, അതുപോലെ ഈ വലിയ ദൗത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നുള്ള കാര്യം. സോ ഇന്ന് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ സമയം ഇവിടെ അവസാനിച്ച് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ. കം ആൻഡ് ഡൈ, വരിക മരിക്കുക. ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള വരിക ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അതേ മീനിങ് ആണ് ഞാനിന്ന് സംസാരിച്ചത്. വരിക, മരിക്കുക. യേശു ക്രിസ്തു വിളിക്കുക. എങ്ങനെ മരിക്കുക? നമ്മളങ്ങ് മരിച്ചു പോകുക എന്നുള്ളതല്ല. ലോകവുമായിട്ട് നമ്മൾ മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വ്യക്തിത്വവും മാറി കർത്താവിൻ്റെ വ്യക്തിത്വമായിക്കൊണ്ട് അവന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിക്കുക. പൗലോസ് പറഞ്ഞ പോലെ ചവറ എന്നെണ്ണുന്ന അനുഭവം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രശംസിക്കാനായിട്ടുണ്ട്, എന്നാൽ എല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു, ചവറയെന്നെണ്ണുന്നു എന്ന് പോൾ പറഞ്ഞതുപോലെ ആ ഒരു ചിന്തയിൽ നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് നീങ്ങുന്ന ഒരനുഭവം. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു ശിഷ്യത്വത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മളെ എല്ലാം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും ഈ പ്രാർത്ഥിക്കുന്നതിലൊക്കെ ദൈവം വലിയ വിടുതലുകൾ തരും. എന്ന് ജീവിതങ്ങളുടെ രൂപാന്തരത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ചില വ്യക്തിത്വങ്ങളുടെ രൂപാന്തരം കുറേ കൂടി ആവശ്യമായിട്ടുണ്ട്. ചില ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരിക, മരിക്കുക എന്നുള്ള വലിയൊരു ഇൻവിറ്റേഷനാണല്ലോ ഞങ്ങൾ കേട്ടത്. കർത്താവ് പറഞ്ഞത് ഞങ്ങളുടെ ജഡത്തിൻ്റെ മരണമാണല്ലോ, ഈ ലോകത്തിന് വേണ്ടി മരിക്കുന്നതാണ്. എന്നാൽ അവിടെ മരിക്കുമ്പോൾ അനേകം ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളാവുന്നു ഉണ്ടാകുന്നത് ഞങ്ങൾ അറിയുന്നു. ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് എടുത്ത് നിന്നെ അനുഗമിക്കുമ്പോൾ ഞങ്ങളുടെ സ്വയത്തെ മരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുകയാണ്. അതിൽ കൂടി കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുകയാണല്ലോ കർത്താവേ. അതിൽ കൂടി ആ വലിയ ഡിസൈപ്പിൾഷിപ്പ്, ആ വലിയ ശിഷ്യത്വം ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രായോഗികമായി തീരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു കർത്താവേ. എന്തെങ്കിലും കേട്ട് പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുന്നവരായിരിക്കാൻ ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങൾ കൂടി കടന്നു പോകുന്ന ചില വ്യക്തിത്വങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വയ്യാതെ ചില അഡിക്ഷൻസിലായിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഇന്ന് രാത്രികാലം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വി റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചി ശക്തികളെ ഞങ്ങളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയ വിടുതൽ അവിടെ ജീവിതങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഡിക്ഷൻസ് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങൾ കർത്താവെ, ടൈം വിത്ത് ഗോഡ്, ദൈവത്തിന് സമയം കൊടുക്കാൻ വയ്യാതെ കർത്താവെ, ലോകമയമായിട്ട് കർത്താവെ ഇന്ന് പല കാര്യങ്ങളിലെ TV-യിലും അതുപോലെ കർത്താവെ ഐപാഡിലും അതുപോലെ മൊബൈലും അഡിക്റ്റഡായി സമയം കളയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ കർത്താവെ ഇത് കാണുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കാനായി കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ട സമയം നിനക്ക് തരുവാനായിട്ട് യേശുവെ സഹായിക്കണമേ. നിൻ്റെ ഡിസൈപ്പിൾഷിപ്പായിട്ട് ജീവിപ്പാനായിട്ട്, നിൻ്റെ ശിഷ്യത്വത്തിൽ ജീവിപ്പാനായിട്ട്, അതിനെ ക്രൂശിക്കണമെങ്കിൽ അത് ക്രൂശിപ്പാനായിട്ട് സഹായിക്കണം. കർത്താവിന് വേണ്ടി കർത്താവ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിത്വങ്ങളായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കുന്നവർ സ്തോത്രം. അവർക്ക് സമൃദ്ധിയായ ജീവൻ, അനുഗ്രഹം ഉയരത്തിൽ ഒഴിഞ്ഞു കൊടുക്കുന്നവർക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക്. അതുപോലെ നിങ്ങളുടെ കമൻസ് അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രയർ റിക്വസ്റ്റും ആ ഫോൺ നമ്പറിലെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.